ക്യാൻസറിൻ്റെ കാരണങ്ങൾ പലതരത്തിലുണ്ട്. ക്യാൻസർ പാരമ്പര്യ രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിലെ ജനിതക ഘടന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് HPV വാക്സിനെ കുറിച്ച്. ഇന്ന് ലോക ക്യാൻസർ ദിനം. ദിനം പ്രതി പ്രായഭേദമന്യേ ക്യാൻസർ കൂടി വരുന്നൊരു സാഹചര്യമാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നമുക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം PRS ഹോസ്പിറ്റൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ രാംദാസ് ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ അസാധാരണവും അനിയന്ത്രിതവുമായ വളർച്ച. അതുകൊണ്ട് അങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അത് ഒരു ഏത് കോശത്തിന് വേണമെങ്കിൽ അത് അഫക്റ്റ് ചെയ്യാം. ആ കോശത്തിൽ നിന്ന് അത് തൊട്ടടുത്തുള്ള കോശങ്ങളിലേക്ക് വ്യാപിക്കാം. അതുപോലെ ലിംഫ് ഗ്രന്ഥികളിലേക്ക് വ്യാപിക്കാം. കൂടാതെ സ്റ്റേജ് 4 എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസറിന് നമ്മൾ സ്റ്റേജ് 1 to 4 എന്നാണ് സാധാരണയായി സ്റ്റേജ് ചെയ്യുന്നത്, അതിൻ്റെ വ്യാപ്തി അളക്കുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള അവയവങ്ങളിലേക്കും സ്പ്രെഡ് ആകും. ബ്ലഡിൽ കൂടെയോ ലിംഫാറ്റിക് ഗ്രന്ഥികളിൽ കൂടെയോ മറ്റുള്ള അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകും. ഡോക്ടർ, ക്യാൻസറുടെ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് ഡോക്ടർ? ഞാൻ വാർണിംഗ് സിഗ്നൽസ് പറയും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സിഗ്നൽ തരാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും അവയവത്തിൽ നിന്നുള്ള ബ്ലീഡിങ്, നവദ്വാരങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമില്ല, ഒരു ഇഞ്ചുറി ഒന്നുമില്ലാണ് പെട്ടെന്ന് ബ്ലീഡിങ് കാണുക. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചാണ് സ്തനത്തിലുണ്ടാകുന്ന മുഴകൾ, അത് വളരെ വേഗത്തിൽ വളരുക. അതുപോലെ ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ്, നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ്, പിന്നെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിൽ ഒരു പഴുപ്പ് കലർന്ന സ്രവം, ബ്ലീഡിങ്. പിന്നെ ഈ വയറിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കോളൻ വൻകുടലിലെ ക്യാൻസറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലക്ഷണമായി കാണുന്നത് വിട്ടുവിട്ടുള്ള വയറിളക്കവും കോൺസ്റ്റിപ്പേഷൻ, മലബന്ധവുമാണ്. അല്ലെങ്കിൽ മലത്തിൽ കൂടെ കഫവും രക്തവും പോവുക. പിന്നെ തുടർച്ചയായി ശബ്ദമടുപ്പ്. പുരുഷന്മാരിലാണെങ്കിൽ വായ്ക്കകത്തുണ്ടാകുന്ന വ്രണം, അത് ചിലപ്പോൾ തുടക്കത്തിലേ വേദന ഉണ്ടാവുകയില്ല. അപ്പോൾ വായ്ക്കകത്തുള്ള ചുവന്നതും വെളുത്തതുമായ പാടുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. കൂടാതെ ഇതിൻ്റെ ദശ വളരുക, വായ്ക്കകത്ത് ദശ വളരുക, മോണയിൽ നിന്നുള്ള പഴുപ്പ് അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തുടർച്ചയായ ശബ്ദമടുപ്പ്, ചുമ, വിട്ടുമാറാത്ത ചുമ, ആഹാരം കഴിക്കാനുള്ള പ്രയാസം, ഇതെല്ലാം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത്തരം ഇതിൽ കാണാം. അത് പക്ഷേ നമ്മൾ അതിനെ ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്, ആ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് മാറിപ്പോകും. എന്നാൽ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും വേദന സംഹാരികൾ കഴിച്ചിട്ടും മാറാതെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ഉടനെ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ ചിലതരം മുഴകൾ അതും വേഗത്തിൽ വളരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ കാക്കപ്പുള്ളി, മറുക് പോലുള്ള വാർട്ട്, ഇതെല്ലാം പെട്ടെന്ന് വളർച്ച വരിക, അല്ലെങ്കിൽ അത് ചൊറിഞ്ഞ് പൊട്ടി രക്തം വരിക, ഉണങ്ങാത്ത വ്രണമാവുക, ഇതെല്ലാം ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാരണവുമില്ല വെയിറ്റ് ലോസ്, അതുപോലെ വിളർച്ച, ഭയങ്കര ക്ഷീണം, അതെല്ലാം ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ഏതാണ് ഡോക്ടർ? പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പുകയിലജന്യമായ ക്യാൻസറുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ച് ശ്വാസകോശാർബുദം, ലങ് ക്യാൻസർ, വായിലെയും തൊണ്ടയിലെയും ക്യാൻസർ ആണ് പുരുഷന്മാരിൽ കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഈ മാറിടത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ സ്തനാർബുദം, അതുപോലെ തന്നെ ഗർഭാശയകള ക്യാൻസർ, പിന്നെ തൈറോയിഡ് ക്യാൻസർ, അതെല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ കേരളത്തിലുള്ള ആളുകൾ? അതാ പറഞ്ഞു, നമ്മൾ കേരളത്തിലായിരുന്നല്ല ഇന്ത്യയിലെ ഒട്ടാകെ നോക്കുകയാണെങ്കിൽ ഒരു 60% രോഗികളും അസുഖം മൂർച്ഛിച്ച അവസ്ഥയിലാണ് വരുന്നത്. ഇപ്പോൾ കുറേശ്ശെ നമ്മൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ കുറേ കൂടി ബോധവൽക്കരണം കൊണ്ടായിരിക്കാം ആൾക്കാർ കുറച്ചും കൂടി അവെയറാണ്. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതിൽ കൂടെ എല്ലാ ആൾക്കാർ കുറച്ചും കൂടി ബോധവൽക്കരണം നടക്കുന്നതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടി അവെയറാണ്. എന്നാലും പലരും ഭയം മൂലമോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാതെയോ പലപ്പോഴും വരുമ്പോൾ അസുഖം മൂർച്ഛിച്ച അവസ്ഥയിലാണ് വരുന്നത്. ഈ ജങ്ക് ഫുഡ്സും ഒബിസിറ്റിയും ക്യാൻസറും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഡോക്ടർ? ഹൈ കാലറി ഡയറ്റ്, അതായത് ഫൈബർ കണ്ടന്റ് കുറവുള്ള അതുകൾ വരുമ്പോൾ ഒബിസിറ്റി, ഇപ്പോൾ ക്യാൻസറിന് മാത്രമല്ല മറ്റുള്ള പല നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഡയറ്റിലുള്ള ഫോൾട്ടി ഡയറ്റ് കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒബീസിറ്റി വരും. അത് പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒബീസിറ്റി. അതുകൊണ്ട് നമ്മൾ ഒബീസിറ്റി വരാതെകൊണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലതരം ക്യാൻസറുകൾ നമ്മൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 8 തരം ക്യാൻസറുകൾ നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ,
ഡോക്ടർ, മറ്റു രോഗങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാൻസറിന് റീഒക്കറിംഗ് റേറ്റ് വളരെ കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങളും നമ്മളുടെ അന്തരീക്ഷം, നമ്മളുടെ പാരിസ്ഥിതിക, പ്രത്യേകിച്ച് നമ്മുടെ ഹാബിറ്റ്, അതുപോലെ നമ്മളുടെ ഡയറ്റ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, എല്ലാം കൂടിയുള്ള ഒരു ഇൻ്ററാക്ഷനാണ് കൊണ്ടാണ് ഈ ഒരു ഹൈലി കോംപ്ലക്സ് ആണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ശരീരത്തിലുള്ള ജീൻസിനായിട്ട് വളരെയധികം പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ ഈ ഡാമേജ് ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ക്യാൻസർ വരുന്നത് ഉണ്ടാവും. അതുവഴി ഒരു ക്യാൻസർ രോഗി എപ്പോഴും തുടർച്ചയായ പരിശോധനയ്ക്ക് പോകേണ്ടതാണ്, ഡോക്ടറെ കാണേണ്ടതാണ്. ചികിത്സ കഴിഞ്ഞാലും ഒരു റെഗുലർ ചെക്കപ്പ് വേണ്ടതാണ്. ഡോക്ടർ, സമൂഹത്തിൽ ക്യാൻസർ പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് പകരും എന്നുള്ളൊരു ചിന്താഗതി നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർ പറയുന്നത്? ഒരിക്കലും ഇല്ല, ക്യാൻസർ പകരുന്ന രോഗമല്ല. ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്. ക്യാൻസർ ഒരിക്കലും പകരില്ല, ഒരു രോഗിയിൽ നിന്ന് വേറൊരു രോഗിക്ക് പകരില്ല. നമ്മുടെ ഒരു ജീവിതശൈലി രോഗമാണ്, ഒരു ഇൻഫെക്ഷൻ അല്ല അത്. പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അസുഖമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് 100-ൽ പരം ക്യാൻസറുകളുണ്ട്. അത് ഓരോ അവയവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതിനും അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി വ്യത്യാസമാണ്, അതിൻ്റെ ചികിത്സയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ രോഗമാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അത് ഒരു കൂട്ടായ്മയാണ്, ഒരു 100-ൽ പരം അസുഖങ്ങളുടെ കൂട്ടായ്മയാണ്. അത് ഒരിക്കലും പകരുന്നതല്ല. ഡോക്ടർ, ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിന് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. അതിൽ പ്രധാനമായും പുകയില. ഇത് 30% ക്യാൻസർ പുകയില ജന്യമാണ്. അപ്പോൾ 20 ക്യാൻസറുകളാണ് ഈ പുകയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പുകയില ഏത് തരത്തിൽ ഉപയോഗിച്ചാലും അത് ഹാനികരമാണ്. ദർ ഇസ് നോ സേഫ് ടുബാക്കോ. അപ്പോൾ ചിലർ വിചാരിക്കും ഫിൽറ്ററുള്ള സിഗരറ്റ് വലിച്ചാൽ കുഴപ്പമില്ല. തെറ്റാണ്. പുകയില ഏത് തരത്തിൽ ഉപയോഗിച്ച് പുകയില ചവയ്ക്കുകയോ പുക വലിക്കുകയോ ചെയ്യുന്നത് ഹാനികരമാണ്. അതുകൂടാതെ പുക വലിക്കുന്നവരുടെ അടുത്ത് നിന്നാൽ പോലും പാസീവ് സ്മോക്കിംഗ്, ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുക വലിക്കുമ്പോൾ കുട്ടികൾക്ക് ഹാനികരമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രധാന കാര്യം നമ്മളുടെ ഭക്ഷണം. ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ, ബീഫ്, പോർക്ക്, ഇതാണ് റെഡ് മീറ്റിൽ വരുന്നത്. അതും അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ അനിമൽ ഫാറ്റ് അത് നമുക്ക് ഹാനികരമാണ്. അതുപോലെ നമ്മൾ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ കരിയും. ഈ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ കരിയുമ്പോൾ അതും നമുക്ക് നല്ലതല്ല. അത്തരം ഇത് വർജിക്കണം. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, പ്രോസസ്ഡ് മീറ്റ് വരുമ്പോൾ ഈ ബേക്കൺ, അതുപോലെ സോസേജ്, അങ്ങനത്തെ ടിന്നിൽ അടച്ചു വരുന്നത്, അതുപോലെ ഉണക്ക മത്സ്യം, അത് ധാരാളം കഴിക്കുന്നത് നല്ലതല്ല. അതെല്ലാം മിതമായ രീതിയിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരേ എണ്ണ വീണ്ടും ഉപയോഗിക്കുക. ഉപയോഗിക്കുന്നത് ടാർ പോലെ വളരെ കരിഞ്ഞ് ഇതായിട്ടിരിക്കുന്നത് കാർസിനോജനിക്കാണ്. അത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഒഴിവാക്കണം. അതുപോലെ പൂപ്പലുള്ള ഭക്ഷണം വർജിക്കേണ്ടതാണ്. നമ്മൾ ഭക്ഷണത്തിൽ ധാരാളം നമ്മളുടെ നാട്ടിൽ കാണുന്ന മഞ്ഞൾ, അതുപോലെ മഞ്ഞളുള്ള യെല്ലോ പിഗ്മെൻറ്റ് നല്ലതാണ്. ഗാർലിക്, ഒനിയൻ, പിന്നെ കുരുമുളക്, പെപ്പർ, ഇതെല്ലാം വളരെ നല്ലതാണ്. അത് ഇലക്കറികൾ നല്ലതാണ്. പഴവർഗ്ഗങ്ങളാണ്. മിനിമം ഒരു 450 ഗ്രാമെങ്കിലും പഴം നമ്മൾ ദിവസം കഴിക്കേണ്ടതാണ്. അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ കാലറി ഉള്ള ഫുഡ്, പ്രത്യേകിച്ച് ഈ സോഫ്റ്റ് ഇത് കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹൈ കാലറി ഉള്ളത് അത് കഴിയുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ജങ്ക് ഫുഡ് അതിലെല്ലാം ഹൈ കാലറിയാണ്, അതിൽ ഫൈബർ ഒട്ടുമില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണത്തിൽ. പിന്നെ നമ്മൾ ഒരു വ്യായാമം, അതിന് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിതമായ രീതിയിൽ വ്യായാമം ചെയ്യണം. ഇപ്പോൾ പുരുഷന്മാരിലൊക്കെ പ്രായമായവരിലാണ് മിനിമം ഒരു 30 to 45 മിനിറ്റ്സ്. ഒന്നുമില്ലെങ്കിൽ വെറുതെ നല്ല ബ്രിസ്ക് വാക്കിംഗ്. കുട്ടികളാണെങ്കിൽ മിനിമം ഒരു 45 to 1 hour എങ്കിലും അവർ എക്സസൈസ് വേണം. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ എക്സസൈസ് കുറഞ്ഞു വരികയാണ്. ചിലവരാണെങ്കിൽ ഓവറായിട്ട് ചെയ്യുന്നുണ്ട്. അധികമായാൽ അമൃതം വിഷം എന്നുള്ളത് പറയുന്ന പോലെ എനിത്തിങ് ഇൻ എക്സസൈസ് ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് കഴിയുന്നത് മിതമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഭക്ഷണവും മിതമായ വ്യായാമവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ പ്രിവെൻഷന്. അതുപോലെ തന്നെ അമിതമായ മദ്യപാനങ്ങൾ 4% ക്യാൻസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മദ്യവും പുകയിലും കൂടി ചേർന്ന് ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ
റിസ്ക് വളരെ വളരെ മടങ്ങ് മൾട്ടിപ്ലിക്കേറ്റീവാണ്. ഡോക്ടർ, ഈ ഷവായ അതുപോലെ തന്നെ അൽഫാം തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് ക്യാൻസർ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ വസ്തുത എന്താണ് ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ കുക്കും കരിയരുത്. കരിയുമ്പോഴാണ് അത് കൂടുതലുണ്ടെന്ന്. അത് നമ്മൾക്ക് ഈ മസിൽ ഫൈബേഴ്സിൽ നിന്നാണ് ഹെക്ട്രോസൈക്ലിക് അമൈൻസായി മാറും കരിയുമ്പോൾ. അതുപോലെ അതിൻ്റെ മറ്റുള്ള ഇതുണ്ട്, കൊഴുപ്പും ഇതിന്നല്ല പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്. അത് വൻകുടലിലെ ക്യാൻസറിന് ഒരു കാരണമാണ്. ഈ അൽഫാം പോലെയുള്ള കഴിക്കാം, പക്ഷേ കരിയാത്ത ഭക്ഷണം നോക്കണം. പിന്നെ എല്ലാം മിതമായ രീതിയിൽ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതിൽ കണ്ടാമിനേഷൻ, നമ്മുടെ ഈ വാട്ടർ, എയർ പൊല്യൂഷൻ, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഇന്ന് ഡയോക്സിൻ പോലെയുള്ള കെമിക്കൽസ് ലിബറേറ്റ് ചെയ്യും. അതുപോലെ പോളിസൈക്കിൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ലിബറേറ്റ് ചെയ്യും. പിന്നെ ഇറാഷണൽ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ആർസനിക് കണ്ടൻറ്റുള്ള പെസ്റ്റിസൈഡ്സ്, അതുപോലെ ഓർഗാനോക്ലോറിൻ പെസ്റ്റിസൈഡ്സ്, അതെല്ലാം വളരെ ഉപയോഗിക്കുന്ന വളരെ ഡേഞ്ചറസ് ആണ്. അത് നമ്മളുടെ വെള്ളത്തിനെയും മണ്ണിനെയും മലിനീകരിക്കും. പിന്നെ ഡീസൽ എഞ്ചിനിൽ നിന്നുള്ള പുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കണ്ടാൽ. പിന്നെ അത് കൂടാതെ കണ്ട് സൺ എക്സ്പോഷർ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇതും വളരെ ഹാനിയാണ്. അത് ആവശ്യമില്ലാതെ കണ്ട് സൺലൈറ്റിൽ എക്സ്പോഷർ നല്ലതല്ല. അത് സ്കിൻ ക്യാൻസർ, അതുപോലെ ലിപ് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ക്യാൻസറിനുള്ള വാക്സിൻ. ഇത് വളരെ വലിയൊരു മുന്നേറ്റമാണ് ആരോഗ്യ മേഖലയിൽ. അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, സ്ത്രീകൾ കാണുന്ന അസുഖത്തിൽ ഒരു പ്രധാനമാണ് ഗർഭാശയത്തിലെ ക്യാൻസർ. അതുപോലെ തന്നെ പുരുഷന്മാരിൽ തൊണ്ടയിലെ ക്യാൻസർ വരുന്നത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മാത്രമാണ്. അതിന് തടയുന്നതിന് വാക്സിൻ ലഭ്യമാണ്. അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണത്. മിക്കവാറും എല്ലാവർക്കും കല്യാണം കഴിയുമ്പോൾ ഈ HPV ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്, വളരെ റാമ്പൻ്റായിട്ടുണ്ട്. പക്ഷേ അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിലാണ് അത് തടയുന്നതിനാണ് ഇപ്പോൾ കുട്ടികൾക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. 9 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അത് 15 വയസ്സ് വരെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് കല്യാണത്തിന് മുമ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 25 സെക്ഷൽ ആക്ടിവിറ്റിക്ക് മുമ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 25 വയസ്സ് വരെ ഉണ്ട്. ഇപ്പോൾ അത് കൂടാതെ ഉണ്ട് 45 വയസ്സ് വരെയും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഈ ലിവർ ക്യാൻസറിനെ തടയുന്നതിന് നല്ലതാണ്. ഡോക്ടർ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് ഇന്ന് നമ്മൾക്ക് റേഡിയേഷനും അതുപോലെ കീമോയും പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. അല്ലാതെ അത്യനൂതനമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? പുതിയതായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ സർജറി എന്ന് തന്നെ പറയുകയാണെങ്കിൽ, സർജറിയിൽ പോകുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് സർജറി മിനിമലി ഇൻവേസീവ് സർജറിയാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറീസ്, റോബോട്ടിക് സർജറീസൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ റേഡിയേഷൻ സംബന്ധിച്ചാണ് വളരെ പ്രിസൈസായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊടുക്കുന്നതിനുള്ള ഇതുകൾ IGRT, IMRT, അതുപോലെ സൈബർ നൈഫ് പോലെയുള്ള റേഡിയേഷൻ ഇതിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പുരോഗതി വന്നിരിക്കുന്നത് നമ്മൾ സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ്. അത് പണ്ടെല്ലാം സിസ്റ്റമിക് ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി മാത്രമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയധികം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വളരെ ബയോളജിക്കൽ തെറാപ്പി വന്ന് ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ടാർജറ്റഡ് തെറാപ്പി എന്ന് പറയും. നമ്മൾക്ക് ശരീരത്തിലുള്ള മ്യൂട്ടേഷൻസിന് സ്പെസിഫിക് ഡാമേജ് കണ്ടുപിടിച്ച് അതിന് ഇഫക്റ്റീവായിട്ടുള്ള ടാർജറ്റഡ് മോളിക്യൂൾസ് ലഭ്യമാണ്. അത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ കുറയ്ക്കുന്നതിനും അതുപോലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണം കൂട്ടുന്നതിന് അത് നല്ലതാണ്. ഇപ്പോൾ വേറെ ഇതിലുള്ളത് ഇമ്മ്യൂണോതെറാപ്പി ഈസ് കമ്മിങ് ഇൻ എ ബിഗ് വേ. വളരെയധികം റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് ഇമ്മ്യൂണോതെറാപ്പി. അത് വളരെയധികം ക്യാൻസറുകൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഇമ്മ്യൂണോതെറാപ്പി. ഇതെല്ലാം വളരെ നമുക്ക് പാർശ്വഫലങ്ങൾ കുറയും ഗുണം കൂട്ടുന്ന തരത്തിലുള്ള പല മോളിക്യൂൾസ് ഇന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡോക്ടർ, ക്യാൻസർ ക്യൂറായ ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വളരെ കെയർഫുൾ ആയിരിക്കും. കഴിയുന്നതും ഹാംഫുൾ ആയിട്ടുള്ള ടുബാക്കോ, ആൽക്കഹോൾ അതിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം ഒരു വെജിറ്റേറിയൻ ബേസ്ഡ് ഡയറ്റ്, പക്ഷേ നോൺ വെജിറ്റേറിയൻ കഴിക്കാം. ചിക്കൻ നല്ലതാണ്, ഫിഷ് നല്ലതാണ്. ഫിഷിലുള്ള omega-3 ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ കിട്ടുന്ന ചൂര, മത്തി, അയില അതിലെല്ലാം ധാരാളം omega-3 ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്. ഫിഷ് നല്ലതാണ്, ചിക്കൻ കുഴപ്പമില്ല. കഴിയുന്നതും ഈ റെഡ് മീറ്റിൻ്റെ ഉപയോഗം ഒരു മിതമായ രീതിയിൽ ഉപയോഗിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മിതമായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്.
ഈ ക്യാൻസർ ദിനത്തിൽ ഡോക്ടർക്ക് സമൂഹത്തിന് പാസ് ചെയ്യാനുള്ള മെസ്സേജ് എന്താണ്? നമ്മൾ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. അതായത് പണ്ട് നമ്മളൊരു പേഷ്യൻറ്റ് സെൻറ്റേഡ് ക്യാൻസർ കെയർ നമ്മളൊരു പേഴ്സൺ സെൻറ്റേഡ്, പീപ്പിൾ സെൻറ്റേഡ്, അതായത് നമ്മളൊരു ഹോളിസ്റ്റിക് ഇതോടുകൂടി ഒരു മൊത്തത്തിൽ സൊസൈറ്റിയെ തന്നെ നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട്, അത് രോഗി മാത്രമല്ല സൊസൈറ്റിയെ തന്നെ മൊത്തത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ചലഞ്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് നോക്കുമ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്കുള്ള ചലഞ്ചസ് വ്യത്യാസമുണ്ട്, അവരുടെ റിക്വയർമെൻറ്റ്സ് വ്യത്യാസമുണ്ട്, അങ്ങനെ ഓരോന്നും. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള പാഠം പഠിച്ചുകൊണ്ട് ഒരു യുണൈറ്റഡ് ആൻഡ് യുണീക്ക് അപ്രോച്ചിൽ കൂടെ നമ്മൾ പോയാൽ നമുക്ക് ഈ ക്യാൻസറിനെ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൂന്നിലൊന്ന് ക്യാൻസറിന് നമുക്ക് വരാതെ കണ്ട് തടയാൻ സാധിക്കും. മൂന്നിലൊന്ന് ക്യാൻസറിന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്യാൻസറിനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണത്തിൽ കൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തിനെ രക്ഷിക്കാൻ സാധിക്കും. ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി തന്നു. വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി ഡോക്ടർ. നന്ദി.